പട്ടിനെ മാറ്റിയപ്പോഴും നമ്മളിവിടെ പറയുകയും ചെയ്തു ഇതെന്തോ ഒരു പ്രശ്നത്തിനാണെന്ന് ഇവിടെ പറഞ്ഞു. ആ പട്ടിയെ പിടിച്ചോണ്ട് പോയി. പട്ടി പിടുത്തക്കാരാക്കി വന്ന് കൊണ്ടുവന്നു കുറച്ച് പേര്. അത് ഒരു മുനിസിപ്പാലിറ്റി നിന്നൊക്കെയാണ് പറയുന്നത്. അവരിവിടെ വന്ന് താമസിക്കുമെന്നല്ലാതെ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരും നാട്ടിലുള്ളവരുമായിട്ടൊന്നും ഇത്ര ബന്ധത്തിലൊന്നുമല്ല അവരുടെ ഇടപാടുകൾ. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വീട്ടിൽ കയറ്റി ജോലിക്കൊക്കെ നിർത്തുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്നും മനസ്സിലാക്കേണ്ടതാണ്, ഒന്ന് സ്വയം വിലയിരുത്തേണ്ടതാണ്. നമസ്കാരം. സിനിമാ കഥകളെ പോലും വെല്ലുന്ന തരത്തിലുള്ള ഇരട്ട കൊലപാതകം നടന്നതിൻ്റെ ഞെട്ടലിലാണ് കോട്ടയം തിരുവാതുക്കലിലുള്ളവർ. തിരുവാതുക്കൽ സ്വദേശിയായ വിജയകുമാർ, ഭാര്യ മീര എന്നിവരാണ് വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. ഇപ്പോൾ ഈ കേസിൻ്റെ ഏറ്റവും നിർണായക തെളിവായ CCTVയിലെ DVR അതും ഈ കൊലപാതകി മോഷ്ടിച്ചുകൊണ്ടുപോയി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിൽ വേലയ്ക്ക് നിന്നിരുന്ന അസം സ്വദേശിയായ അമിത് ഉറാങ്ങാണ് പിടിയിലായിരിക്കുന്നത്. ഈ പുഴയിൽ നിന്നും, ഈ വീടിനോട് സമീപത്ത് തന്നെയുള്ള ഒരു പുഴയിൽ നിന്നുമാണ് DVR ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സമീപവാസികളായ ചെറുപ്പക്കാർ തന്നെ ഈ പുഴയിൽ ഇറങ്ങി ചെളി നീക്കി DVR കണ്ടെത്തുകയായിരുന്നു. അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൻ്റെ നിർണായകമായ തെളിവാണ്. ഈ കൊല നടത്തിയതിന് ശേഷം അമിത് തന്നെയാണ് ഇവിടെ ഉപേക്ഷിച്ചത്. അങ്ങനെ തങ്ങളുടെ വീടിന് സമീപം രണ്ടുപേരെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം രാത്രിയിൽ ഇവിടെ എത്തി ഈ കൊലയ്ക്ക് കാരണമായ നിർണായക തെളിവ് ഉപേക്ഷിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു ഞെട്ടലിലാണ് സമീപവാസികളൊക്കെ തന്നെ. ഇയാളെ ഇവിടെ വന്ന് തെളിവെടുപ്പ് നടത്തിയപ്പോൾ നിരവധി ആളുകളാണ് ഇവിടെ അയാളെ കാണുന്നതിന് വേണ്ടി ഓടിക്കൂടിയത്. നിങ്ങളുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്, അതിൻ്റെ ഞെട്ടലിലാണല്ലേ? കണിശമായിട്ടും. കാരണം ഇതുപോലൊരു സംഭവം കാരാപ്പുഴ, തിരുവാതുക്കൽ ഭാഗങ്ങളിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാ ആൾക്കാരും വളരെ ജാഗ്രതയായിട്ടും വളരെ ഭയത്തോടു കൂടിയും ആണ് ഇരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാനാ, ഇതുപോലെയുള്ള ആൾക്കാർ. ഈ ഇതര സംസ്ഥാന തൊഴിലാളി ഇവിടെ ജോലി ചെയ്യുന്നവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒത്തിരി ജോലിക്ക് ഉള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. പിന്നെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നെന്നാണ്, ഈ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണെന്നാണ് പറയുന്നത്. കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഇവിടെ വന്ന് ജോലി ചെയ്തതെന്ന് നമുക്ക് പറ്റത്തില്ല. ഇയാളെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ക്രിമിനലിസം എന്നുള്ളത് ഇവരിലൊക്കെ കൂടുതലുള്ളതാ. ആരാണ് എന്താണ് എന്നൊന്നും നമുക്കൊന്നും അറിയില്ല. ഈ വിജയകുമാറിനെയും ആ കുടുംബത്തെയും ഭാര്യയൊക്കെ നമുക്ക് അറിയാവുന്ന ആളെ നമ്മൾ ചെറുപ്പം തൊട്ട് അറിയാവുന്നതാണ്. പക്ഷേ ഇവരൊക്കെ വിദേശത്തും ജോലി ചെയ്യുന്ന, ഇവിടെയൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ വന്ന് ഇവര് ബിസിനസ് ശൃംഖലയായിട്ട് മാറി. ഡോക്ടറാണെന്ന്, ഭാര്യ ഡോക്ടറാണെന്ന് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. കാരണം ഇവര് വെളിയിൽ അറിയില്ലായിരുന്നു. വലിയ ബിസിനസ്സുകാരാണ്. അപ്പം നാട്ടുകാരൊക്കെ ആയിട്ട് അധികം സഹകരണം കുറവാന്ന് തോന്നുന്നു. സഹകരണം കുറവാണ്. ഇപ്പോൾ DVR ഈ നിങ്ങളുടെ വീടിന് തൊട്ട് സമീപത്ത് തന്നെയാണ് കണ്ടെത്തിയത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കൊലയ്ക്ക് ശേഷം രാത്രിയിൽ ഇവിടെ കിടന്ന് കറങ്ങിയിട്ടുണ്ട്? കണിശമായിട്ടും. അല്ല, കണ്ടിട്ടില്ല, കറങ്ങിയിട്ടുണ്ട്. പട്ടിനെ മാറ്റിയപ്പോഴും നമ്മളിവിടെ പറയുകയും ചെയ്തു ഇതെന്തോ ഒരു പ്രശ്നത്തിനാണെന്ന് ഇവിടെ പറഞ്ഞു. അവര് അതിന്റെ പട്ടിയെ പിടിച്ചോണ്ട് പോയി. പട്ടി പിടുത്തക്കാരാക്കി വന്ന് കൊണ്ടുവന്നു കുറച്ച് പേര്. അത് ഒരു മുനിസിപ്പാലിറ്റി നിന്നൊക്കെയാ പറയുന്നത്. ആരാന്ന് പറഞ്ഞാൽ ഇവിടെ പട്ടിയുണ്ട്. ഇവിടെ പട്ടി കുറെ അതുങ്ങൾ നല്ല ഇതാ, സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് പട്ടികള്. ഈ ഭാഗത്ത് ഇവിടെ കിടക്കുന്ന ഇത്രയും പട്ടിയുണ്ട് ഇവിടെ. അവര് അതുങ്ങൾക്ക് ചോറ് കൊടുക്കുന്നു, എല്ലാം നമ്മളിവിടെ കൊടുക്കും, എല്ലാവരും കൊടുക്കും, ജേക്കാർ കൊടുക്കും, ഞാൻ കൊടുക്കും, ഈ നാട്ടിലുള്ള മിക്ക ആൾക്കാരും കൊടുക്കാനും അറിയാം. അതുങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു വെളിയിൽ നിന്ന് ഒരാൾ വന്നാൽ ഇതുങ്ങൾ കുരയ്ക്കും. പക്ഷെ ഈ പട്ടീനെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞുള്ള സംഭവം ഇത്. പട്ടിയൊന്നും കുറയൊന്നുമില്ല, നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഈ വിജയകുമാറിനെയൊക്കെ കണ്ടിട്ടുണ്ടോ? ആ, പിന്നെ ഈ ചേട്ടനെയും ചേച്ചീനെയും ഒക്കെ നമുക്കറിയാം. ഇവരിവിടെ ജനിച്ചു വളർന്നവരും ഞങ്ങളും ജനിച്ചു വളർന്നവരും. നമുക്ക് നേരത്തെ തൊട്ടേ അറിയാം. വിജയരിയാണെന്നും എല്ലാം അറിയാം. ചേട്ടൻ ഇവിടെ സ്ഥലം മേടിച്ചതാണെന്നും. ഈ പ്രതി ഇവിടെ വന്ന് രാത്രി ചെലവഴിച്ചെന്ന് വിശ്വസിക്കാൻ പറ്റുന്നത് അതാണ്. നമ്മള് എന്തൊരു അനക്കം ഉണ്ടെങ്കിലും അറിയുന്നായിരുന്നു. പട്ടി ഇല്ലാത്തതുകൊണ്ട് അറിയാതെ പോയെ. അവരിവിടെ വന്ന് താമസിക്കുമെന്നല്ലാതെ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരും നാട്ടിലുള്ളവരുമായിട്ടൊന്നും ഇത്ര ബന്ധത്തിലൊന്നുമല്ല അവരുടെ ഇടപാടുകൾ. അവരെപ്പോഴും ആ ഗേറ്റിനകത്ത് കയറുക, അവരുടെ ആവശ്യങ്ങൾക്ക് വെളിയിറങ്ങുക, ഇത്രയേ ഉള്ളൂ. ആ ജസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് ആരെങ്കിലും ആ കാറയിൽ ഇരിക്കുന്ന കാണുന്നതല്ലാതെ വേറെ ആരും ഇവിടെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നുമില്ല. ഒരു ദാരുണമായ ഒരു സംഭവമാണ് അവർ നടന്നത്. അവരുടെ മകനും മരിച്ചു. സംഭവം ദാരുണമാണ്. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വീട്ടിൽ കയറ്റി ജോലിക്കൊക്കെ നിർത്തുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്നും
മനസ്സിലാക്കേണ്ടതാണ്, ഒന്ന് സ്വയം വിലയിരുത്തേണ്ടതാണ്. നാട്ടിൽ ഉള്ളവർക്ക് ജോലി കൊടുക്കാതെ നാട്ടിൽ നമ്മളതിനെ പരാതിയായിട്ടല്ല പറയുന്നത്, പരാതിയല്ല ഇതൊന്നും. അവനവൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവനവൻ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളാണ് അതൊക്കെ. ഇപ്പോൾ ആ വീട്ടിൽ അവൻ കയറിയിട്ട് അത്രയും ബഹളമൊക്കെ ഉണ്ടായിട്ട് ഇത്രയും സംഭവം നടന്നിട്ടും വെളിയിൽ ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാൻ പറ്റിയില്ല. അതൊക്കെ വലിയൊരു സങ്കടമാണ്. അതൊക്കെ നമ്മുടെ നാട് ഇത്ര അധപ്പതിച്ചു പോലും എന്നുള്ളതാണ്. സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്ക് അയാൾ ഈ നാട്ടുകാരനല്ല, ഈ നാട്ടിൽ ആരുമായിട്ട് ബന്ധമുള്ള ആളല്ല. തമിഴ്നാട്ടിൽ വളരെ ആരോഗ്യം കുറഞ്ഞ ഒരാള് അത്രയും വലിയ വീടിനൊക്കെ ഒരു സെക്യൂരിറ്റി വെക്കുമ്പോഴത്തേക്ക് അതിന് ഒരു സെക്യൂരിറ്റി തന്നെ അതാണ് നമ്മള് ഈ സംഭവം ഉണ്ടാവില്ലായിരുന്നു. ഒരു നല്ല സെക്യൂരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ കാരണം തടയാം. ഇവനും ശാരീരികമായിട്ട് ചെറുപ്പമാണ്, അത്ര വലിയ ജനബാഹുവൊന്നുമല്ല. പക്ഷേ ഇതൊന്നും നമ്മള് എല്ലാം ഇയാളുടെ ആരോഗ്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ പ്രതിയെ ഒരു കൈക്ക് തൂക്കിയെടുത്ത് ആ ഭിത്തിയിൽ അടിക്കാനുള്ളേ ഉള്ളൂ, അത്രേ ഉള്ളൂ ഇയാള്. പക്ഷെ സംഭവം എന്താണെന്ന് ഇവൻ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഏതായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് കോട്ടയം തിരുവാതുക്കൽ നടന്നത്. വിജയകുമാർ 64 വയസ്സുകാരനാണ്, ഭാര്യ മീര 60 വയസ്സുള്ള ബിസിനസ്സുകാരാണ്. അവരാണ് വീട്ടിനുള്ളിൽ തന്നെ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. അമേരിക്കയിലുള്ള മരുമകൻ അദ്ദേഹം വന്നതിന് ശേഷമായിരിക്കും സംസ്കാര നടപടികൾ അടക്കം തീരുമാനിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ സംഭവത്തിൻ്റെ ഞെട്ടലിലാണ്. ഇപ്പോൾ ഈ വയൽ സമീപവാസം, അതായത് ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുമാണ് ഒരു തോട്ടിൽ നിന്നും DVR ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. മാത്രമല്ല ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കൊലപാതകം നടത്തുന്നതിന് കുറച്ച് മുൻപ് തന്നെ ഈ പ്രദേശങ്ങളിലുള്ള തെരുവ് നായ്ക്കളെയൊക്കെ ആരോ പിടിച്ചുകൊണ്ടുപോയി എന്നൊരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ആസൂത്രിതപരമായ ഒരു കൊലപാതകമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ കൊലപാതകം നടന്ന ശ്രീവത്സം, വിജയകുമാറിൻ്റെ ശ്രീവത്സം വീടിൻ്റെ തൊട്ട് സമീപത്തുള്ള വീട്ടിൽ വളർത്തുനായ 2 ദിവസം മുൻപ് ചത്തുപോവുകയും ചെയ്തിരുന്നു. അത് എന്താ കാരണത്താലാണ് ചത്തുപോയതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ദുരൂഹതകളൊക്കെ നിറയുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളും നിറയുന്നുണ്ട്. അതിൽ ഒരു അന്വേഷണം നടത്തണമെന്നാണ് നാട്ടുകാരിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.